ഏതായാലും നമ്മുടെ നാടിൻ്റെ സദാചാര മൂല്യങ്ങൾ സംസ്കാരമൊക്കെ അതിഗംഭീരം തന്നെ. ഏതോ രണ്ട് വ്യക്തികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവർ കുട്ടികൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനിലല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. നിരോധന ഉറ ഉപയോഗിക്കാനായിട്ടോ മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ടോ അവർ മറന്നുപോയി. ഒരു ചെറിയ അബദ്ധം അവർക്ക് പറ്റി. ആകെ മൊത്തത്തിൽ രണ്ടാളുകൾ പാനിക്ഡായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങൾ നടത്തുകയാണ്. ഒരാൾക്ക് ആ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഗർഭിണിയായ ആ ഒരു അവസ്ഥയെ ഒരമ്മ എന്നുള്ള രീതിയിൽ സ്വീകരിക്കാനായിട്ടാണ് ഇഷ്ടം. എന്നാൽ പങ്കാളികളിൽ ഒരാളായിട്ടുള്ള ഒരാൾക്ക് അച്ഛനാവാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നില്ല. അയാൾ ഒരു അച്ഛനാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. JBA TV ചാനൽ തുടക്കകാലം മുതൽ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ചില ആഴ്ചകളിൽ ചില ആളുകൾ വന്ന് എന്നെ കോൺഗ്രസ്സുകാരൻ എന്ന് വിളിക്കും. ചില ആഴ്ചകളിൽ ചില ആളുകൾ വന്ന് എന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കും. കൊങ്ങി എന്നും കമ്മി എന്നും ഒക്കെ ആളുകൾ വിളിക്കും. ഈ സംഖ്യ എന്നോ സുഡാപ്പി എന്നോ ഉള്ള വിളി കേൾക്കാത്തതുകൊണ്ട് അതൊരു വലിയ അംഗീകാരമായിട്ട് കരുതി ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ്. എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും അങ്ങനെ കൃത്യമായിട്ട് ഉള്ളിൽ സ്ഥിരമായി ഇരിക്കുന്ന തരത്തിലേക്കുള്ള വിരോധമൊന്നുമില്ല. ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും എനിക്ക് ചെറിയ ഇഷ്ടമൊക്കെ തോന്നാറുണ്ട് പല ആശയങ്ങളുടെ കാര്യത്തിലും. ഇവർ മാറി മാറി ഭരിച്ച കേരളത്തിൻ്റെ നിലവിലത്തെ അവസ്ഥയിൽ ഞാൻ ഏറെക്കുറെ തൃപ്തനാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ. പിന്നെ വിയോജിപ്പുകൾ വിമർശനങ്ങൾ കൃത്യമായിട്ട് അറിയിക്കാനായിട്ടുള്ള വേദിയുണ്ട്. അത് കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യും. വേദി ഇല്ലാതിരുന്ന സമയത്തും അറിയിക്കാറുണ്ടായിരുന്നു കേട്ടോ. കൃത്യമായിട്ട് രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ സൗഹൃദ വലയങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇന്നലത്തെ വിഷയത്തിൽ എന്നെ ആളുകൾ പിടിച്ച് കോൺഗ്രസ്സുകാരനാക്കി. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയോട് യാതൊരുവിധ മമതയും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അയാളെക്കുറിച്ചിട്ട് ഈ വാർത്തകളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ജെന്യുവനായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അത് അവിചാരിതമായിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അയാളുടെ ചെയ്തികളെക്കുറിച്ചിട്ട് അയാളുടെ രീതികളെക്കുറിച്ചിട്ട് എനിക്ക് തീരെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ചിട്ടല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോ ചെയ്ത സമയത്ത് കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ എനിക്കുണ്ടായി. അതിലൊന്ന് മറ്റേ കോൺഗ്രസ്സുകാരനാക്കുക, രണ്ടാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ബേസും ഇല്ലാത്ത ഒരു ആരോപണമാണ്. അയാൾക്ക് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഈ ആരോപണങ്ങൾ, ഇതുപോലുള്ള ആരോപണങ്ങൾ, ഇതിൻ്റെ പിന്നാലെയുള്ള മാധ്യമ വിചാരണകൾ, സൈബർ കോടതികൾ, അതിനെയൊക്കെയാണ് ഞാൻ വിമർശിച്ചത്. ഇതൊന്നും അല്ലാത്ത വേറൊരു സംഗതി കൂടി നമ്മളിവിടെ പരിഗണിക്കേണ്ടതുണ്ട്. അത് മറ്റേ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ പുരുഷാവകാശവുമായി ബന്ധപ്പെട്ട സംഗതിയൊന്നുമല്ല. ഇത് പൗരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഈ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ കേട്ട് പരിചയപ്പെട്ട ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ചില രീതികളെ ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. എന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറയാം. ഒറ്റ സ്റ്റെപ്പിൽ നിർത്തല്ലേ, ഒറ്റ സ്റ്റെപ്പിൽ നിർത്തല്ലേ. അത് കഴിക്കല്ലേ കഴിക്കല്ലേ, എണീറ്റ് വാ, എണീച്ച് വാ, അടുത്ത് നിർത്തല്ലേ. രാജുമാർ നിർത്തണ്ട, എല്ലാ സ്റ്റെപ്പും കാണിച്ചോ. അടുത്ത എണീച്ചോ, അടുത്തടി വാങ്ങ്. वॉइस पर कर। രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കാൻ പെൺകുട്ടികൾക്ക് SFIയുടെ സെൽഫ് ഡിഫൻസ് ക്ലാസ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് നൽകുക, രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം ഒരു പ്രശ്നമായിട്ട് കരുതുക എന്നതൊക്കെ SFIയുടെ ഒരു രാഷ്ട്രീയ ചിന്താ പരാജയം കൊണ്ട് തോന്നുന്ന ചില സംഗതികളൊക്കെയാണ്. ഈ സെൽഫ് ഡിഫൻസ് എല്ലാ ആൾക്കാർക്കും SFIക്കാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. എനിക്കൊക്കെ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെ അടുത്ത് സെൽഫ് ഡിഫൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, കായിക ശേഷി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നല്ലോ. ഒരു അത്യാവശ്യത്തിന് ഉള്ളൂരിന്ന് ആക്കുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ കടകംപള്ളി ചേട്ടൻ റോഡിലേക്ക് വണ്ടി ഇറക്കിയിട്ടിട്ട് കസർത്ത് അയാൾക്ക് അയാളുടെ വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് സന്നാഹങ്ങളുണ്ട്. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് കൃത്യസമയത്ത് ഒരിടത്ത് എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ അന്നത്തെ ജീവിതം സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. നാളത്തെ ജീവിതത്തെ അത് ബാധിക്കാതിരിക്കത്തുള്ളൂ. ഒരു ഓൺ അടിച്ചു, അപ്പോൾ വന്നു CITU അടിമ ആക്രമിക്കാൻ വേണ്ടി.
ആരടാ ഓൺ അടിച്ചതെന്നൊക്കെ ചോദിച്ച് മിണ്ടിയല്ല ഞാൻ, കാരണം അടി വാങ്ങിച്ച് കെട്ടാനായിട്ട് വയ്യായിരുന്നു. അവിടെ എനിക്ക് സെൽഫ് ഡിഫെൻസ് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഗുണപ്പെട്ടേനെ. അതേപോലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒരു മുദ്രാവാക്യം കേട്ടിരുന്നല്ലോ, പൊളിയാടിച്ച് ഉണ്ടാക്കിത്തരും എവിടെയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം. അപ്പോൾ അവിടെയൊക്കെ ആ കേട്ട പിള്ളേർക്കും സെൽഫ് ഡിഫെൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കരണം പുകഞ്ഞേനെ. അതേപോലെ എല്ലാ യൂണിയൻ മേഖലകളിലും ഈ സെൽഫ് ഡിഫെൻസ് ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ SFIക്കാരോട് ഈ ഒരു വലിയ പ്രതിഷേധത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്ന സമയത്ത് മിനിമം കോമൺ സെൻസ് കാണിക്കുക. ഇപ്പോൾ ഒരു ആരോപണം വന്നിരിക്കുന്നു, ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ട് എന്നൊക്കെയുള്ള തോന്നലുകളുണ്ട്, മൊത്തത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ, സ്ക്രീൻഷോട്ട്, ചില ആളുകളുടെ പ്രതികരണങ്ങൾ, പേരൊന്നും പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളല്ല, അതിൽ നിന്നൊക്കെ. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറേയധികം ആളുകൾക്ക് പേടിയാണെന്ന് കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ ഒരു പേടി, ഭീതിയൊക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു റേപ്പ് അലിഗേഷൻ അല്ലെങ്കിൽ കയ്യേറ്റ ശ്രമം ഇയാൾക്കെതിരെ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ വ്യക്തിയെ കൊണ്ട് ഇവിടെ ഇട്ടിട്ട് ഒരു സെൽഫ് ഡിഫെൻസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നത്? അധിക്ഷേപിക്കാനായിട്ടും അപമാനിക്കാനായിട്ടൊക്കെ ഉള്ള സമയം തരാം, അമിത ആവേശം വേണ്ട. ഒരു പരാതിക്കാരിയെ കൊണ്ടുവരിക. നിങ്ങളുടെ സർക്കാരല്ലേ ഭരിക്കുന്നത്, പരാതിക്കാരിക്ക് മുന്നോട്ടേക്ക് വരാനായിട്ട്, മുന്നോട്ടേക്കൊന്നും വരണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് വരിക, സ്വകാര്യതയിലിരുന്ന് അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ആവാതെ സ്വകാര്യതയിലിരുന്ന് പരാതി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ പോലീസല്ലേ, അവരിൽ വിശ്വസിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത നാട്ടിൽ നിന്ന് വെറുതെ ഈ പ്രഹസനം ഉണ്ടാക്കുന്ന എന്തിനാണ്, ഈ പ്രഹസനം കാണിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ പോലീസല്ലേ, നിങ്ങളുടെ എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വിക്ടിം ഒരിടത്ത് നീതി കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഒളിച്ച് താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവിധ സുരക്ഷിതത്വവും നൽകി ഒരു പരാതി എഴുതി വാങ്ങി ഈ പറയുന്ന പ്രശ്നക്കാരനെ പിടിച്ച് അകത്തിടാനായിട്ടുള്ള വഴികൾ ആലോചിക്കുക. ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് അവിടെ ഇരകളാക്കപ്പെട്ട ആളുകളെല്ലാം വാമൂടിക്കെട്ടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണ് എന്നുള്ളത് ആ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം വഴി കൂടെ പാടിക്കൊണ്ട് നടക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല, ഒരു ഭരണ പരാജയമാണത്. ഇതുവരെ ഒരു നിർബന്ധിത ഗർഭയത്രം നടന്നു എന്നുള്ള ഓഡിയോ സന്ദേശം വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യങ്ങളും അന്വേഷണവും നടത്താനായിട്ട് പറ്റിയിട്ടില്ല. ഒരു പരാതി പോലും ഇല്ല, ഒരു കേസ് പോലും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭരണ പരാജയം തന്നെയാണ്. ഇനി പൊതുബോധത്തിൻ്റെ പരാജയം എന്താണ്? നമ്മളടക്കമുള്ള ആളുകളുടെ പരാജയം എന്താണ്? ഇതുപോലുള്ള പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളൊക്കെ ഒട്ടും പുരോഗമിച്ചിട്ടില്ലാത്ത ചിന്താഗതികളിൽ നിന്ന് സദാചാര ആക്രമണമൊക്കെ നടത്തി അതൊക്കെ നമ്മുടെ നാടിൻ്റെ പൊതുബോധത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. ഇപ്പോൾ എന്താണ് ഇവിടെ ആവശ്യം? ഇര നീതി ചോദിച്ച് വന്നോ? ഇല്ല. പരാതി ഉണ്ടോ? ഇല്ല. ഇരയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണോ ആവശ്യം? അല്ല. MLA രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. അയാൾ രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, അത് എന്നെ ബാധിക്കുന്ന ഒരു സംഗതിയല്ല, ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് ആളുമല്ല. പക്ഷേ ഈ ഒരു ഉളുപ്പുമില്ലാതെ MLA രാജിവെക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഒരു സ്വഭാവം നമുക്കറിയാം, അവിടെ ഉൾപാർട്ടി വിമർശനത്തിന് വലിയ സാധ്യതയാണുള്ളത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആരോപണ വിധേയനെ സംരക്ഷിക്കുകയും ക്യാപ്സൂളുകൾ കാര്യമായിട്ട് തന്നെ ഇറക്കി വിടുകയും ചെയ്യും. BJPക്കാരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻ നടത്തി വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴിയൊക്കെ ഡീൽ ചെയ്യും. ഈ കോൺഗ്രസ്സുകാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവൻ താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു അവസരം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. മൊത്തത്തിൽ ഈ പറയുന്ന ഇവറ്റകളുടെ ഈ അലമ്പുകൾക്കിടയിൽ നമ്മൾ വെറുതെ കോമാളികളായിട്ട് മാറുകയാണ്. ഇനിയിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കഴിഞ്ഞ ദിവസം ഒരാൾ ആരോപിച്ചതാണ് ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓഡിയോ ഒക്കെ കേൾപ്പിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. അത് ആരോപിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒന്നുമല്ല, സമ്മതിക്കും, പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു പൈസ ഇല്ലാത്ത കണ്ടവൻ്റെ ഗർഭത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഈ മാധ്യമപ്രവർത്തനം ഫീസും കൊടുത്ത് പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തലയ്ക്ക് ഓളം ഉണ്ടോ? പൊതുവേ ലെഫ്റ്റ് ലിബറൽസ് എന്നൊക്കെ പറയുന്ന ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആയിരിക്കും. പുരോഗമനം എന്ന വാക്കിനോട് അവർക്ക് വല്ലാത്ത സ്നേഹമൊക്കെ ആയിരിക്കും. ഈ പുരോഗമനം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും വേണം. നമ്മൾ ഈ പൗരബോധത്തിൻ്റെ കാര്യത്തിലും നിയമ അവബോധത്തിൻ്റെ കാര്യത്തിലൊക്കെ ഈ പുരോഗമനം കൊണ്ടുവരണം. അല്ലാതെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് അതിൻ്റെ പിറകെ ഒരു സൈബർ അധിക്ഷേപവുമായിട്ട് മാധ്യമ വിചാരണയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നൊന്നും പുരോഗമനത്തിൻ്റെ പരിധിയിൽ വരുന്ന സംഗതികളൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാനായിട്ടും ഒരു ഒഫൻഡറെ ശിക്ഷിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം, അത് പുരോഗമനത്തിൻ്റെ ഭാഗമാണ്. ഒരു വിക്ടിമിന് അദ്ദേഹത്തിന് ഏറ്റ ഒരു ബുദ്ധിമുട്ട് തുറന്നു പറയാനായിട്ടുള്ള സാഹചര്യം ഒരുക്കാം. ആ സാഹചര്യം ഇല്ലാതിരുന്ന ഇടത്ത് അത് കാര്യമായിട്ട് ഒരുക്കാം, അതൊക്കെ പുരോഗമനത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊന്നും പുരോഗമനത്തിൻ്റെ ഭാഗമല്ല. ഇനിയിപ്പോൾ ഈ ഒരു ഓഡിയോ സന്ദേശത്തിനകത്ത് വേറെ ചില പുരോഗമനമൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് ഞാനൊന്ന് കേൾപ്പിക്കാം. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. ആ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല.
അല്ല, ഒരിക്കലുമല്ല. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ. പറയ് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ ഒരു തലക്കിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, അദ്ദേഹത്തിൻ്റെ സൗണ്ടാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമാണ്. എന്നാലും നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ അയാൾ തന്നെ ആണെങ്കിൽ കൂടെ ഈ ഒരു ഓഡിയോ സന്ദേശം വീണ്ടും കേൾക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. രണ്ട് വ്യക്തികളുടെ സ്വകാര്യ ഇടപാടുകൾക്കിടയിൽ നടക്കുന്ന ചില സംഭാഷണങ്ങളാണ്. ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്ന് വ്യക്തമാണ്. അതിനകത്ത് കൺസെൻറ്റോടെ അല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരുവിധ പരാമർശവും ഇല്ല. അപ്പോൾ കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രഗ്നൻസി ഉണ്ടാവുന്നു, ഇവരുടെ പ്ലാനിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാവുന്നു. ഒരു റിലേഷൻഷിപ്പിൽ രണ്ടാളുകൾക്കും തുല്യത എന്ന് പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ആണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ രണ്ടാളുകളുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടാവുന്ന സമയത്ത് പങ്കാളികൾക്കിടയിൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു സംഭാഷണമാണ് നമുക്കിവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അത് അവരുടെ പേഴ്സണൽ പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഒരാൾ ചിലപ്പോൾ പറയും ആ കുട്ടി വേണ്ട, അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരാൾക്ക് പറയാം അവരുടെ ഒരു ടെൻഷനിടയിൽ സംഭവിക്കുന്ന ഒരു സംഭാഷണമാണ്. ഇതിൽ നിർബന്ധിക്കുന്നു എന്നുള്ള ഒരു സംഭവം നിൽപ്പുണ്ട്. ഈ നിർബന്ധിച്ചിട്ട് ഈ ഗർഭചിത്രം നടന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പിന്നീട് ഒരു വാലും ഇല്ല, തലയിൽ ഒന്നുമില്ല. വിവാഹത്തിന് മുൻപ് ഒരു രാഷ്ട്രീയക്കാരൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, അല്ലെങ്കിൽ കോണ്ടോ ഉപയോഗിക്കാതെ ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, പ്രഗ്നൻസി ഉണ്ടാവരുത് എന്നൊക്കെ നമ്മളെവിടെയെങ്കിലും നിർബന്ധ ബുദ്ധി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതൊക്കെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ റേപ്പിന് വിധേയമായതിന് ശേഷമാണ് ഒരു പ്രഗ്നൻസിയിലേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിനകത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ഇതൊരു വലിയ സംഭവമായിട്ട് കേരളത്തിൽ എടുത്തിട്ട് ഒരു വലിയ രാഷ്ട്രീയ പകപോക്കലൊക്കെ നടത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സദാചാരത്തിൻ്റെ ലിമിറ്റിൽ വരുന്ന സംഗതിയാണ്. SFIക്കാരൊക്കെ വലിയ സദാചാര പോലീസുകാരായിട്ട് നിന്നിട്ട് പ്രവർത്തനങ്ങൾ കാണിക്കുന്നതാണ് നമ്മൾ മുന്നേയൊക്കെ കണ്ടത്. കാരണം അയാളുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തിൽ, ആ വ്യക്തികൾക്കിടയിൽ നടന്ന ഒരു സംഭാഷണത്തിൽ നമ്മൾ തീരുമാനിക്കുകയാണ് ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി. അപ്പോൾ അതിനകത്ത് പങ്കാളികളായിട്ടുള്ള ആളിൽ ഒരാൾ ആ ഒരു കുട്ടിയെ വേണ്ട എന്ന് പറയുന്നു. വലിയ സംഭവമായി. ഇതിനകത്ത് കൊലപാതകത്തിൻ്റെ ഭീഷണി എന്നൊക്കെ പറഞ്ഞ സംഗതിയൊക്കെ ഉണ്ട്. ഇപ്പം ഒരു ആരോപണം വരുന്ന സമയത്ത് നമുക്കതിനെ അങ്ങനെ പരിഗണിക്കാമെന്നുണ്ടെങ്കിലും, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അതിനെ ബഹുമാനപൂർവ്വം അങ്ങനെ പരിഗണിച്ചു എന്നുണ്ടെങ്കിലും, ഞാൻ എൻ്റെ ഒരു എത്തിക്സ് വെച്ച് പറയുകയാണ്, കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ പറയുകയാണ്, അതിന്റെ കോണ്ടെക്സ്റ്റും കൃത്യമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തന്റെ ടെമ്പർ തെറ്റുമ്പോൾ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തുവൊന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താനെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. അതേപോലെ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഉണ്ടാകുന്ന ലൈംഗിക ബന്ധത്തിൽ ഒരു പ്രഗ്നൻസി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരാൾക്ക് ഈ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് പറയാനായിട്ട് യാതൊരുവിധ മടിയൊന്നും ഉണ്ടാവാറില്ല. നിങ്ങൾ പ്രണയിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്കൊരു പ്രണയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാതെ ബന്ധത്തിലൊക്കെ തുടരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ പങ്കാളിക്ക്, സ്ത്രീ ആയിട്ടുള്ള ആൾക്ക് പ്രഗ്നൻസി നിങ്ങളാൽ ഉണ്ടാവുന്നു. അയാൾ നിങ്ങളുടെ പേര് പറയാതെ ഇത് അച്ഛനില്ലാത്ത കുട്ടിയാണ് എന്ന് പറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ സമ്മതിക്കുമോ? ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു ബന്ധത്തിൽ അവർ അങ്ങനെ ഒരു പ്രഗ്നൻസി ആഗ്രഹിച്ചിരുന്നില്ല മുന്നേയും ഇപ്പോഴും. അതേപോലെ തന്നെ ഇയാളാൽ പ്രഗ്നൻ്റ് ആയി എന്ന് പറയാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുമുണ്ട്. മൊത്തത്തിൽ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി, അവർ ആഗ്രഹിക്കാത്ത ഒരു പ്രഗ്നൻസി പ്ലാനിന് വിരുദ്ധമായി നടന്നതുമായി ബന്ധപ്പെട്ട സംഭാഷണമാണ് അവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. നിർബന്ധിച്ചോ, ഇത് നടന്നോ എന്നുള്ളത് ഇവിടെയുള്ള പോലീസാണ് അന്വേഷിക്കേണ്ടത്. അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ടുള്ള ശേഷി ഇവിടെ ഇല്ല. ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊന്നും ഇവിടെ ആരും സംസാരിക്കുന്നൊന്നുമില്ല. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞാൽ താൻ ഇങ്ങനെ കളിക്കുന്നു. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ.
ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവം വളരെ മോശമാണെങ്കിലും ആ പെൺകുട്ടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടും അയാളുടെ ഒപ്പം നിൽക്കാനായിട്ട് രാഹുൽ റെഡിയാണ്. ഈ അൺവാണ്ടഡ് പ്രഗ്നൻസിക്ക് ഉണ്ടാകുന്ന സമയത്ത് വിവാഹത്തിന് മുൻപ് നിയമവിധേയമല്ലാത്ത രീതിയിൽ കുട്ടികളൊക്കെ ജനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു പങ്കാളി ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ കൊണ്ടുവരത്തില്ല, അതിന് സേഫ് ഇവിടെ കൊണ്ടുവന്ന് താ കൊന്നു കളയെന്ന് എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. തനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം, അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്നും പ്രചരിപ്പിക്കരുതായിരുന്നു. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ആധികാരിക രേഖയായിട്ട് എടുത്തു വെച്ച് ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നിയമവിധേയമല്ലാതെ നടത്തുന്നത് എനിക്കോട്ട് യോജിക്കാനായിട്ട് പറ്റുന്നില്ല. ഇയാൾ വീണ്ടും പറയാണ് ഇയാളെ കൊണ്ട് കോൺഗ്രസ്സിലുള്ള പെൺപിള്ളേർക്കും പറ്റുന്നില്ല, ചേച്ചിമാർക്കും പറ്റുന്നില്ല, ആൻറ്റിമാർക്കും പറ്റണില്ല, ആർക്കും പറ്റണില്ല എന്നുള്ള പരാതികളൊക്കെ അതവിടെ നിന്നോട്ടെ. അതിനെയൊക്കെ ബഹുമാനപൂർവ്വം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ ഒരു ഓഡിയോ ക്ലിപ്പ് വെച്ചിട്ടുള്ള ഒരു പരിപാടി എത്ര ആളുകൾ മുന്നോട്ടേക്ക് വന്ന് ഓരോന്ന് അറ്റവും മൂലമായിട്ടൊക്കെ പറയുന്നു. ആരെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക. ഇവിടെ വലിയ മിടുക്കന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, സ്ത്രീകൾക്ക് എല്ലാവിധ സുരക്ഷിതത്വവും സപ്പോർട്ടും കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട്. കോൺഗ്രസ്സിൽ സതീശനെ പോലെയുള്ള വലിയ മുതിർന്ന നേതാക്കളുണ്ട്. അവരൊക്കെ ഒരു പിതൃവാത്സല്യമാണ് അവിടെ വനിതാ വിഭാഗത്തിലുള്ള സ്ത്രീകളോടൊക്കെ കാണിക്കുന്നത്. എന്നിട്ടും ഇയാൾക്കെതിരെ ഒരു പരാതി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ കുറേയധികം ഗൂഢകളികളുണ്ട് എന്ന് നമ്മളറിയാതെ ആലോചിച്ചു. ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്ന എന്താണ്? ഒരു ജെനുവിനായിട്ടുള്ളൊരു പരാതി കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പരാതി കൊണ്ടൊന്ന് ഇയാൾ അകത്ത് പോകുന്നത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുമോ? ഇല്ല. അപ്പം ഞാൻ പറയുന്നത് ഈ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് വളരെ മാന്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ലേണിങ് ഈ ഒരു സംഭവത്തോട് കൂടി ഉണ്ടാവട്ടെ. വെറുതെ കുറെ ആരോപണങ്ങളും അതിനും കൊട പിടിക്കുന്ന കുറെ അമ്മമാര്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു? ഈ ഒരു ഭാഗം കൃത്യമായിട്ട് നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. അവർക്കൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നേ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. ആ ഒരു പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. ആ പ്ലാൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ അവരുടെ സംഭാഷണത്തിലെ കുറേ കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ടാവും, കുറേ ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഏതോ കുറച്ച് ഭാഗത്തിൽ ഒരു 9 മിനിറ്റ് കേട്ടിട്ടാണ് ഈ കഥ മൊത്തം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലൊക്കെ ആധികാരികത വേണം, നമ്മളത് ആവശ്യപ്പെടേണ്ടതുണ്ട്. തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്? താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ ലൈഫ് തകരത്തില്ല, തന്റെ ലൈഫ് തകരത്തില്ല. എടേ, ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞല്ലോ. എന്തിനാ എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കളിക്ക് തന്ന് കൊല്ലാനാണോ? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചെയ്യും? തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. ഏതായാലും നമ്മുടെ നാടിൻ്റെ സദാചാര മൂല്യങ്ങൾ സംസ്കാരമൊക്കെ അതിഗംഭീരം തന്നെ. ഏതോ 2 വ്യക്തികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവർ കുട്ടികൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനിലല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. നിരോധന ഉറ ഉപയോഗിക്കാനായിട്ടോ മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ടോ അവർ മറന്നുപോയി. ഒരു ചെറിയ അബദ്ധം അവർക്ക് പറ്റി. ആകെ മൊത്തത്തിൽ 2 ആളുകൾ പാനിക്ഡായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങൾ നടത്തുകയാണ്.
ഒരാൾക്ക് ആ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഗർഭിണിയായ ആ ഒരു അവസ്ഥയെ ഒരമ്മ എന്നുള്ള രീതിയിൽ സ്വീകരിക്കാനായിട്ടാണ് ഇഷ്ടം. എന്നാൽ പങ്കാളികളിൽ ഒരാളായിട്ടുള്ള ഒരാൾക്ക് അച്ഛനാവാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നില്ല. അയാൾ ഒരു അച്ഛനാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് എടുത്തു വെച്ചിട്ട് ഒരാളെ ഒരു റേപ്പിസ്റ്റായിട്ട് ചിത്രീകരിക്കുന്നത് വളരെ മോശമാണ്. ഇനിയിപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സൈബർ ഇടത്തിൽ ഉണ്ടായിട്ടുണ്ട്, പേഴ്സണൽ ചാറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഒരു പരാതിയായിട്ട് റേസ് ചെയ്യുന്നേ. ഇത്ര ശാക്തീകരണം ഈ പ്രതികരണങ്ങളിൽ, മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളിലൊക്കെ പല ആളുകളും കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പരാതിയിൽ കാണിക്കുക. മാധ്യമങ്ങളെ പേടിയില്ല, ക്രൗഡിനെ പേടിയില്ല, പോലീസിനെ നമുക്ക് പേടിയാണ്. പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിൻ്റെ പോലീസിനാണോ പേടി? ആ ഒരു പോലീസിനെ പേടി ഉണ്ടായിട്ടാണോ SFIക്കാർ പിള്ളേരെല്ലാം ഈ കിടന്നിട്ട് വലിയ ഷോ കാണിക്കുന്നത്? അപ്പോൾ പോലീസിനെ പേടിക്കേണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭരിക്കുന്ന പാർട്ടിയല്ലേ? പിന്നെ ചില ആളുകൾ പറയുന്നത് കേട്ടു, ഈ പരാതിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇരയ്ക്ക് നീതി കിട്ടാറില്ല, വലിയ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരും. പരാതിയായിട്ട് ഇര പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാറില്ല. സോഷ്യൽ മീഡിയയിൽ സൈബർ അധിക്ഷേപങ്ങൾ വന്നാലും അവിടെ പേര് വരാറില്ല. ഈ തലയും വാലും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ചില ദേഷ്യങ്ങളൊക്കെ വരും. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കുകയല്ലേ. ഇപ്പോൾ കോൺഗ്രസിലെ പല വനിതാ നേതാക്കളും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ പറയുക, അവരുടെ പാർട്ടിയിൽ അവരതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുക. എല്ലാ സംവിധാനത്തിനും എല്ലാ ഓഫീസിലും ഒരു വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെൻറ്റിനെതിരെയുള്ള ചില കാര്യങ്ങളൊക്കെ മുൻകരുതലൊക്കെ എടുക്കാറുണ്ട്. അതിന് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ എടുത്തില്ല? അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുക. നാളെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ ഇന്ന് ഇയാളെ ഒതുക്കി കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത്? അപ്പം ഇതിന് സ്ഥിരമായിട്ടുള്ളൊരു സൊല്യൂഷനാണ് വേണ്ടത്. നാളെ ഇതുപോലൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാവുകയാണ്, അത് മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ പോലും മനസ്സിലാക്കാനായിട്ടുള്ള ടെക്നിക്കൽ നോളജ് നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കില്ല. അത്രയധികം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് അത് മനുഷ്യന്മാരാണ്, അത് കൃത്യമായിട്ട് അതിൻ്റെ ഇമോഷൻസ് നമുക്ക് കൺവേ ആവുന്നുണ്ട് എന്നെങ്കിലും വിചാരിക്കാം. നാളെ വെറുതെ ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ, ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ പല മേഖലകളിൽ നിന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് വളരെ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ട്, അങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അറ്റവും മൂലമുള്ളൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ അങ്ങ് പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാളെ എന്തെങ്കിലും ചെയ്യും, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആളുകൾ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ അയാളെ രാജിവെപ്പിക്കുകയോ അല്ലെങ്കിൽ അയാൾക്കെതിരെ പരാതി ഉണ്ടാക്കുകയോ എന്ത് വേണേലും ചെയ്യുക. നാളെ ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് തലയും വാലും ഇല്ലാത്ത ആരോപണങ്ങളും തെളിവുകളും ചാറ്റ് സ്ക്രീനും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിരിക്കരുത് അതിനോട് പ്രതികരിക്കേണ്ടത്. കൃത്യമായിട്ട് അതിൻ്റെ ആധികാരികത അത് ഭരണ സംവിധാനത്തിൽ നിന്ന്, നിയമ സംവിധാനത്തിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടണം. ഈ പ്രഹസനങ്ങളൊക്കെ ആരോടാണ് ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത്? എല്ലാം കണക്ക് തന്നെ. ഇവിടെ ഉള്ള കമ്മികളും കൊങ്ങികളും ഒക്കെ കണക്ക് തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.